സ്റ്റോപ്പ് ഇവിടെ തന്നെ. എത്രയായി? 10 രൂപ. യു ടേക്ക് ഇറ്റ് ഈസി പോളിസി. ദിസ് ഈസ് 20 rupees. ബാലൻസ് യു ടേക്ക് ഓഫ്. എടുത്തോ. താങ്ക് യു സർ. നോ മെൻഷൻ പ്ലീസ്. ഐ ആം ജിയോപാൽ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ആന്റി അമ്മായേ എന്നെ അണ്ടർസ്റ്റാൻഡ് ആയില്ലേ? ഐ ആം ഗോപാൽ, ജിയോപാൽ. ഓ, നമ്മുടെ ഗോപാലനല്ലേ നീയേ? ആളെ മനസ്സിലായില്ലോടാ എനിക്ക്. കൊറേ നാളായില്ലേ കണ്ടിട്ടേ. അത് ഗ്ലാമർ കൂടിയത് കൊണ്ടാ അമ്മായിക്ക് മനസ്സിലാവാഞ്ഞത്. അമ്മായിക്കെന്നല്ല, ഇപ്പൊ ആർക്കും എന്നെ കണ്ടാ മനസ്സിലാവില്ല. ഗ്ലാമർ ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. ഇത് നമ്മുടെ കോവാലനല്ലേ? വാസോട്ട, എന്നെ വെറും കോവാലനാക്കി ചീപ്പാക്കരുത്. ഞാനിപ്പോ ജിയോപാലാണ്. ജിയോ പാലോ ടിനോ പാലോ, നിന്നെ ഞാൻ കോവാലാന്നേ വിളിക്കൂ. വാസോട്ട, ഞാനിപ്പോ എന്റെ പേര് മാറ്റിരിക്കുക. ജിയോപാൽ എന്നാക്കിയിരിക്കുക. സ്നേഹമുള്ളവരെന്നെ പാലെന്ന് വിളിക്കും. അയ്യടാ, നിനക്കാളെ മനസ്സിലായില്ലേ? അച്ഛന്റെ ഒരു പെങ്ങള് പാങ്ങാപ്പാറ താമസമുണ്ട്, സരസ്വതി അമ്മ. അവരുടെ കടിഞ്ഞൂൽ പൊട്ടനാണ് ഈ സാധനം. ചെറുപ്പത്തിൽ ഇവൻ പൊട്ടനായിരുന്നെന്നാ എല്ലാരും കരുതിയത്. 5 വയസ്സ് വരെ കമാന്നൊരക്ഷരം മിണ്ടില്ലായിരുന്നു. മോക്കളെ ഒലിപ്പിച്ച് നടക്കുന്ന ഇവന്റെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അമ്മായി, ദയവ് ചെയ്ത് ഫ്ലാഷ് ബാക്ക് പറഞ്ഞ നാറ്റിക്കരുത്. ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആകേണ്ടവനാ ഞാൻ. വല്ല പത്രക്കാരും വന്ന് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഇതൊക്കെ വിളമ്പി എന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുത്. ഓ, അത് മറന്നു. ആള് വലിയ നടനാ, സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നടക്കുക. പക്ഷെ ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല. ആര് പറഞ്ഞു? ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ആഹാ, ഇതാരേ? നീ ഇത്രയും കാലം എവിടെ ആയിരുന്നടാ? ഞാൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലോ? ചെന്നൈ അല്ലേ ഏട്ടാ, കോടമ്പക്കം ടു മദ്രാസ്. അവിടെ ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ഏത് സിനിമയിലാ അഭിനയിച്ചത്? കടലോരം. കടലോരത്തിൽ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിക്ക് വരെ ചെയ്യാൻ കഴിയാത്ത ഒരു അപൂർവ വേഷം ഞാൻ ചെയ്തു. എന്റെ ഭാവാഭിനയം കണ്ട് കാണികൾ കോരിത്തരിച്ചു. എന്ത് വേഷം? നായകനായിട്ടാണോ? നായക വേഷമല്ല, പക്ഷെ നായക പ്രധാനമുള്ള കഥാപാത്രമാണ്. വില്ലനാണോ? നോ, വില്ലൻ വേഷന്റെ പട്ടിയെയും. നിന്റെ പട്ടി അഭിനയിച്ചു. എന്താ ചേട്ടത്? മനോഹരമായ ഒരു കടൽ തീരം. അവിടെ കടലിൽ ദിവസങ്ങൾ പഴകി തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ചീഞ്ഞഴുകി ശവം കിടക്കുന്നു. ആ നാറ്റവും സഹിച്ചോണ്ടാണോ നീ അഭിനയിച്ചത്? അല്ല ചേട്ടാ, ആ ശവമായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. വരൂ. ഞാൻ വരുന്നത് കാരണം ലീവ് എടുത്തു അല്ലേ? അതെ. അങ്ങനെ താനൊന്ന് ലീവ് എടുത്ത് കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. എന്നാലും രാമേട്ടൻ ഞങ്ങളുടെ കല്യാണത്തിന് വരായിരുന്നു. സത്യം പറഞ്ഞാൽ തന്റെ കല്യാണത്തിന് കൂടണമെന്ന് വലിയ മോഹം ഉണ്ടായിരുന്നു, തരായില്ല. ഒരു ഉത്തരേന്ത്യൻ പര്യടനവുമായിട്ട് പോയതാ. അവിടെ ഒരു കഥക് ഡാൻസ് ഗ്രൂപ്പുമായിട്ട് കൂടി. അങ്ങനെ പലയിടത്തും കറങ്ങി. കൂട്ടത്തിൽ കാശിയും ഹരിദ്വാറിലും പോയി. വല്ലാത്തൊരനുഭവമാണത്. അപ്പൊ രാമേട്ടൻ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തുടങ്ങിയോ? ഭൗതിക ജീവിതം മടുത്തു, ഇനി അല്പം ആത്മീയാവാന്ന് കരുതി. അമ്മയില്ലേ ഇവിടെ? ആരുമില്ല. അമ്മയും നിർമ്മലയും ചേട്ടനും ഏടത്തിയൊക്കെ ശ്രീധരമാമയുടെ മോളുടെ കുട്ടിയുടെ ചോറൂണിന് ഗുരുവായൂർക്ക് പോയിരിക്കുക. ശ്രീധരമാമ ഭാഗ്യവാനാ. തന്റെ വാമഭാഗത്തെ ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ല. ഇപ്പൊ വിളിക്കാം. ഉണ്ണി, ഇതാണ് എന്റെ ഭാര്യ ഉണ്ണിമായ. ഞാൻ പറയാറില്ലേ, ആ രാമേട്ടനായത്. ഇന്നലെ രാത്രി വന്നപ്പോ ഏറെ വൈകി. ഇന്ന് വൈകിട്ട് ഞാൻ മദ്രാശിക്ക് പോവും. കുറച്ച് ദിവസം കഴിഞ്ഞേ മടക്കമുള്ളൂ. അവിടെ കലാക്ഷേത്രയുമായി ചേർന്ന് ചില പരിപാടികളൊക്കെ ഇട്ടിരിക്കുക. പോകുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കണ്ടുപോകാന്ന് കരുതി. രാമേട്ടൻ സ്ഥിരം യാത്രയാണല്ലോ. ഓരോരോ ദേശങ്ങൾ ചുറ്റിക്കാണുന്നത് ഒരു അനുഭവം തന്നെയാവുമല്ലേ? ഇതൊരു തരം ദേശാടനമാണ് വാസു, അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്ര. ഗാർഹസ്ഥ്യം കഴിഞ്ഞില്ലേ, ഇനി വാനപ്രസ്ഥമാവാം. ഏതായാലും ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. ഞങ്ങളുടെ കല്യാണത്തിന് നഷ്ടപ്പെട്ട സദ്യയുടെ കുറവ് ഇന്ന് തീർത്ത് കളയാം. വേണ്ട വാസു, എനിക്ക് വേറെ ചില ഇടങ്ങളിൽ കൂടി കയറാനുണ്ട്. എങ്കിൽ ചായ എങ്കിലും കുടിക്കണം. നീ ചായ എടുക്ക. വേണ്ട, ഞാനിവിടുത്തെ അതിഥിയൊന്നും അല്ലല്ലോ. പിന്നെന്തിനാ വേണ്ടാത്ത ഈ ഉപചാരങ്ങളൊക്കെ? ഇതെന്റെ ചെറിയൊരു ഉപഹാരം. ഹരിദ്വാറിലെ സിന്ദൂരം. ഹരിദ്വാറിലെ സിന്ദൂരം സീമന്തരേഖയിലാണ് ഞാൻ ദീർഘസുമംഗലിയായിരിക്കുമെന്നാണ് വിശ്വാസം. വാങ്ങിച്ചോളൂ. നിങ്ങൾ രണ്ടാളും കൂടി വീട്ടിൽ വരണം. സന്തോഷം. ഉടനെ അല്ല, ഞാൻ മടങ്ങി വന്നിട്ട്. എന്റെ പോക്കും വരവൊക്കെ തനിക്കറിയാലോ. ചിലപ്പോ നിങ്ങൾ രണ്ടാൾ മാത്രമായിരിക്കില്ല, മൂന്നാമതൊരാൾ കൂടി.
വരട്ടെ. ആ. ഉണ്ണിമായക്ക് കവിഹൃദയമുണ്ടോ? ഹൃദയമുണ്ട്, ആ, കവിഹൃദയമല്ല. അലില വയറുള്ള ചാവല്യമ്മേ നിന്നെ അങ്ങനെയെന്ന് വിളിച്ചോട്ടെ ഞാൻ. ഓ, ഈ ഉണ്ണിയുടെ ഒരു തലവിധിയെ. ഇവിടെ ഉണ്ടല്ലോ രണ്ട് തടിച്ചകൾ, അവറ്റകൾക്ക് അടുക്കളയ്ക്ക് എന്തെങ്കിലും ചെയ്താൽ എന്താ? കുട്ടി തന്നെ ഇങ്ങനെ ഒട്ടിക്കരുത്, കഷ്ടപ്പെടുന്ന കടുപ്പുള്ള എന്റെ ഹൃദയം വേദന ഉദരമാവുകയാണ്. കണ്ണുനീർ തുള്ളി. ഇവിടെ ഉള്ള തടിച്ചുകളിൽ ഒന്ന് ദാസേട്ടന്റെ കെട്ടിയോള് തന്നെയല്ലേ? പറഞ്ഞൂടായിരുന്നോ അടുക്കള കയറി വല്ലതും ചെയ്യാൻ? ദാസേട്ടന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. എന്ത് വിഷമം? കഷ്ടം. ഭർത്താവിന് ഭാര്യ അനുസരിക്കില്ലെന്ന് വെച്ചാ പിന്നെ എന്ത് ജീവിതമാ അല്ലേ? അയ്യോ, ഈ ചുമ എപ്പോഴും ഉണ്ടോ? അങ്ങനൊന്നുമില്ല, ബീഡി വലിക്കുമ്പം ചുമയ്ക്കും, അത്രേ ഉള്ളൂ. സൂക്ഷിക്കണം. ചുമ കേട്ടിട്ട് TB ആണോ എന്നൊരു സംശയമുണ്ട്. ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ ചിലപ്പോ തട്ടിപ്പോയെന്ന് വരും. ഭയപ്പെടുത്താതിരിക്കൂ, ദുർബലമാണ് എന്റെ ഹൃദയം. ബീഡിയും TBയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബീഡി വേറെ, TB വേറെ. ഒന്ന് അപ്പുറത്തേക്ക് പോയിക്കൂടെ? വീട് നാറ്റടിച്ചിട്ട് വയ്യ. വന്ന് എന്ന് വലിച്ചു കയറ്റി വേറെ ഒരു സ്ഥലവും കണ്ടില്ല. അമ്മേ! അയ്യോ, അമ്മ വിളിക്കരുത്. വേദന തിന്നും മനസ്സുമായി ഞാനിതാ പോകുന്നു പോകുന്നു ഉണ്ണിമേരിയെ ഉണ്ണിമായേ. വേദന തിന്നും നന്നായി എന്റെ പുറകെ വരെ ഇങ്ങനെ ആടിക്കൊഴിഞ്ഞ് പുകയും വിട്ടോണ്ട്. ഓ, എത്ര പറഞ്ഞാലും നാണമില്ലാത്ത ഒരു ജന്തു. ഉപ്പിട്ട് കയ്പിച്ച് വെച്ചിരിക്കുന്നു. ഏത് മൂദേവിയാണ് ഇതുണ്ടാക്കിയത്? അയ്യോ, അമ്മയ്ക്ക് പ്രഷർ ആയതുകൊണ്ട് ഉപ്പ് കുറവാണല്ലോ ഇട്ടത്. എന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയതാ. നീ തന്നെ ഇരുന്ന് വെട്ടി വിഴുകിക്കോ. ഉപ്പധികയില്ലല്ലോ. നോ സോൾട്ട്. അമ്മായിയുടെ വായുടെ കുഴപ്പമാ. ശരീരത്തിൽ ഉപ്പ് കൂടുതലുള്ളതുകൊണ്ട് അത് കറിയുടെ ഉപ്പുമായി കൊളാബറേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് കൂടുതലായി തോന്നിയതാ. ഇതിനെ ഇംഗ്ലീഷിൽ സോൾട്ടോ മാനിയ എന്ന് പറയും. ഓ, ഒരു ഉപ്പും പുളിയും തിരിച്ചറിയുന്നു. മര്യാദയ്ക്ക് എവിടെ ഇരുന്ന് കഴിച്ചിട്ട് പോടാ. നീ ആ TV ഒന്ന് ഓഫ് ചെയ്തേ. TV കണ്ടുകൊണ്ട് ഊണ് കഴിക്കരുത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അല്ലെങ്കിൽ തന്നെ മര്യാദയ്ക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റില്ല ഈ കുന്ത്രാണം കാരണം. അയ്യോ ഏട്ടത്തി, TV ഓഫ് ചെയ്യല്ലേ. ഇപ്പൊ എന്നെ കാണിക്കും ടിവിയിൽ. നിന്നെ കാണിക്കാനോ? നീ എന്താ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി വല്ലതും നിന്നെ കാണിക്കാൻ? 27 വയസ്സുള്ള ഗോപാലൻ എന്ന യുവാവിനെ കഴിഞ്ഞ 20-ാം തീയതി മുതൽ ചിറക്കിൽ നിന്നും കാണാതായിരിക്കുന്നു. 5 അടി 9 ഇഞ്ച് ഉയരം, കറുത്ത നിറം, നീണ്ട മുഖം, ഇടത്തെ കാൽമുട്ടിന് താഴെ ഇരുമ്പ് വടികൊണ്ട് അടിയേറ്റ പാട്. മലയാളവും ഇംഗ്ലീഷും സംസാരിക്കും. കണ്ടുകിട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുവാൻ അപേക്ഷിക്കുന്നു. നിന്റെ ഫോട്ടോ TV വന്നല്ലോ, ഇനി നാട്ടിലേക്ക് പോക്കൂടെ? നോ നോ, ഞാൻ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോരുമ്പോ എന്റെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കളർ ഫോട്ടോയും മാറ്ററും TV കൊടുക്കാൻ എഴുതി വെച്ചിട്ടാണ് ഞാൻ പോന്നത്. അതിന് പകരം ഒരു ഉണങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ അവർ കൊടുത്തിരിക്കുന്നത്. കളർ ഫോട്ടോ വരാതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. അപ്പൊ TV കളർ ഫോട്ടോ വരാൻ വേണ്ടിയാണോ നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്നത്? സത്യം പറഞ്ഞ അതൊരു കാരണമാണ്. നാളെ ഞാൻ സിനിമാ നടനാവുമ്പോൾ പ്രേക്ഷകർക്ക് റീകളക്ട് ചെയ്യാൻ ഈ ഫോട്ടോ ഉപകരിക്കുമല്ലോ. എടാ വാസവ, നാളെ തന്നെ ഇവന്റെ ഒരു കളർ ഫോട്ടോ TV കൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപ മോഷ്ടിച്ചിട്ട് മുങ്ങി നടക്കുന്നവനാണെന്ന് പറഞ്ഞു പോലീസുകാർ ഇടിച്ചവന്റെ അടവാൻ കളക്കി. പോലീസുകാർ ചടവാൻ കിളക്കിയാലും കളർ ഫോട്ടോ വന്നാൽ ഞാൻ അതിന് സമ്മതിക്കും. That is my അടുത്തതായി യശശരീരനായ മേലെടുത്ത് മാധവൻ നായർ അവതരിപ്പിക്കുന്ന കഥകളി. കഥ കല്യാണ സൗഗന്ധികം. ഉണ്ണിമായയുടെ അച്ഛന്റെ പേരല്ലേ പറഞ്ഞത്? അതെ, ദേ നിന്റെ അച്ഛൻ അവതരിപ്പിച്ച കഥകളി. ഇതെപ്പോ എടുത്ത? മരിക്കുന്നതിന് മുൻപ് ദൂരദർശൻ അവതരിപ്പിച്ച പരിപാടിയാ. മാധവൻ നായരുടെ ഭീമൻ പണ്ടേ ബഹുവിശേഷമാണ്. എന്താ അതിന്റെ ഒരു രൗദ്രഭാവം? ആ, ഇതാണ് ഉണ്ണിമായയുടെ അച്ഛന്റെ അരുമ ശിഷ്യൻ മൊല്ലാക്ക. മൊല്ലാക്കയോ? ഇയാളോ? ആ അതേന്ന്, ഒരു ജോനോ ചെറുക്കനാ. ഒരു അന്യ മതസ്ഥനെ കഥകളിയിൽ എടുത്തതിന് ആളുകൾ ഒരുപാട് ആശാൻ അധിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഒരു ആശ്രിതനെ പോലെ എപ്പോഴും ഇയാളാ ആശാന്റെ കുടുംബത്തിന് തുണയായി ഉണ്ടായിരുന്നു. വാസോട്ടൻ എന്താ ഊണ് പകുതിയാക്കിട്ട് പോന്നത്? നന്നായിട്ട് നിറഞ്ഞു വയറ്. എന്ത് വാസോട്ട ഇത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ആകെ കൂടി വീട്ടിൽ എന്നെ സ്നേഹിക്കാൻ വാസോട്ട് മാത്രമേ ഉള്ളൂ.
ആ വാസോട്ടും കൂടെ എങ്ങനെ പെരുമാറിയ? മൊല്ലാക്കാന്ന് കേട്ടപ്പോ ഒരു വയസ്സൻ കാക്കയാണെന്നാ ഞാൻ കരുതിയിരുന്നു. കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ബാലേക്ക് നിന്റെ കൂടെ തുണ വന്നിരുന്നെന്ന് അറിഞ്ഞാൽ എനിക്ക് സഹിക്കൂ? അതാണോ കാര്യം? മൊല്ലാക്ക ഒരു ചെറുപ്പക്കാരനായി പോയത് എന്റെ തെറ്റാണോ? അച്ഛൻ കിടപ്പിലായപ്പോ സഹായത്തിനുണ്ടായിരുന്നത് ആമിനുമ്മയും അവരുടെ മകൻ മൊല്ലാക്കിയുമായിരുന്നു. അയാൾക്ക് ഞാനും ശ്രീകുട്ടിയും സ്വന്തം പെങ്ങന്മാരെ പോലെയാ. സത്യവും ഞാൻ പറഞ്ഞത്. എന്ത് ഞാൻ സഹിക്കും. പക്ഷെ വാസുവേട്ടൻ എന്നെ സംശയിച്ച എനിക്ക് താങ്ങാനാവില്ല. ആര് പറഞ്ഞു നിന്നെ സംശയിച്ചെന്ന്? ഞാൻ ചുമ്മാ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. വാ എഴുന്നേറ്റേ, വല്ലാത്ത വിശപ്പ്. വാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വാ. ഇനി ഞാനൊരു ഉള്ള തരാം. അല്ല, രണ്ടും കൂടി ഉണ്ണാപ്പിള്ള കളിക്കുന്നോ? പാതിരാത്രി ഉരുള ഉരുട്ടി വായ വെച്ചു കൊടുക്കാനും കൊഞ്ചിക്കാനും വേണ്ടിയായിരുന്നു ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോയത്. ഇവിടെ ഇതിനു മുമ്പ് പലരും കല്യാണം കഴിച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ നേരം കാലം നോക്കാതെ. കണ്ടില്ലേ തിന്ന പാത്രങ്ങൾ കിടക്കുന്നത്? ഈ പാത്രങ്ങൾ കഴിവെക്കുന്നത് തന്തവരോട് മിണ്ടരുത്. ഒരു പെങ്കോന്തം നടക്കുന്നു. എഴുന്നേറ്റ് പോടാ. ലോകത്താരും ചെയ്യാത്ത കാര്യമാണോ ഞങ്ങൾ ചെയ്തത്? ഭാര്യയും ഭർത്താവും കൂടി ഊണ് കഴിക്കുമ്പോൾ ഭാര്യ ഒരു ഉരുള ഭർത്താവിന്റെ വായി വെച്ച് കൊടുത്താൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴത്തില്ല. ഇതിലും വലുത് ഇവിടെ നടന്നിട്ട് അതൊന്നും കാണാൻ ഇവിടെ കണ്ണില്ല. അതെങ്ങനെ? സ്വന്തം മോളല്ലേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ എന്താ കഥകളി കാണുന്നോ? അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് താനിങ്ങനെ കരയാൻ തുടങ്ങിയാലോ? അമ്മയ്ക്ക് ഇതുപോലെ ഉരുള ഉരുട്ടി കൊടുക്കാൻ ആരും ഇല്ലാത്തതിന്റെ കുശുമ്പാ. താനൊരു ഉരുള ഇഞ്ഞേ. ആഹാ, ഞാൻ വരുന്നതിന് മുമ്പേ ചായ റെഡിയായോ? വാസുട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ തന്നെ ചായ മുന്നിലുണ്ടാവണമെന്നല്ലേ പറഞ്ഞിരുന്നേ? അത് ശരിയാ. അയ്യോ, ചായക്ക് എന്ത് മധുരമാ! നീ എന്നെ ഉടനെ ഒരു ഷുഗർ പേഷ്യന്റ് ആക്കാൻ പോവാണോ? ഇന്ന് മധുരം അധികം കഴിക്കേണ്ട ദിവസമാ, അതുകൊണ്ട് അറിഞ്ഞു തന്നെ ഇട്ടതാ ഞാൻ. എന്താ വിശേഷം? ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാ. വിലപ്പെട്ട ദിവസോ? അതെ, വാസുവേട്ടൻ ഒരച്ഛനാകാൻ പോവാ. നേരം